പുറത്ത് നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിന്റെ മണവും അതേപോലെ തന്നെ ഈ കാറ്റിന്റെ തണുപ്പൊക്കെ ശരീരത്തിനേക്കാളും കൂടുതൽ മനസ്സിനെ തണുപ്പിക്കുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഈ മഴ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഞാനൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് മഴ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ച് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് കൂടെ ഈ മഴന്റെ ഇരുട്ടും എല്ലാം കൂടി ആയിട്ട് ഒരു അടിപൊളി വൈബ്. ഈ മഴ പെയ്യുമ്പോഴുള്ള ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, ഇത് ശരിക്കും ഒരു സ്മെല്ലല്ല കേട്ടോ. ഇത് പലതരം മെമ്മറീസ് ആണ്. ചൈൽഡ്ഹുഡ്, സ്കൂൾ ഡേയ്സ്, അങ്ങനെ കുറേ മെമ്മറീസ്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ മഴ പെയ്താ മതിയെന്നാണ് പ്രാർത്ഥിക്കല്. അന്ന് മുതലേ ഉള്ളതാണ് മഴനോടുള്ള പ്രേമം. നിങ്ങൾക്ക് ഇഷ്ടാണോ ഇങ്ങനത്തെ മഴ? എനിക്കൊന്നെങ്കിൽ നല്ല വെയില്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല മഴ. രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മൂടിയായ അന്തരീക്ഷം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും ഇന്ന് നല്ല അടിപൊളി വൈബാണ്. ശരിക്കും ഇന്ന് ഞാൻ ഒരു വൈറൽ റെസിപ്പി ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നത്. പക്ഷേ ഈ മഴ എനിക്ക് മിസ് ചെയ്യാൻ കഴിയൂലേ. ഇനി അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിട്ടുള്ള ഈ വീഡിയോൻ്റെ മുന്നിൽ തന്നെ ഈ മഴേനെ ചേർക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ മഴയൊക്കെ ചോർന്ന് മഴ ആസ്വാദനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. സാധനം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. ബൺ മസ്ക ആൻഡ് ഇറാനി ചായ, ഇതാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും ഞാൻ പറയണില്ല, കാരണം ഇതിനിപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാൻ ബാക്കിയുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഞാൻ മാത്രമാവും കേട്ടോ. കിച്ചണിൽ ഇന്ന് ഇത് ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അതാണ് നിങ്ങൾ കാണുന്ന ഈ കുഞ്ഞിക്കൈകൾ. അപ്പോൾ ആ ആൾ തന്നെ ഇതിൻ്റെ റെസിപ്പി പറയാൻ റെഡി ആയിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. തന്നെ ബട്ടർ ഇടാം, എന്നിട്ട് അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിക്കുക, കുറച്ച് വാനില എസൻസ്, എന്നിട്ട് മിക്സ് ചെയ്യാതെ കുറച്ച്, എന്നിട്ട് ബണ്ണിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആള് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രക്കും സിമ്പിളാണ് നമ്മൾ ബൺ മസ്ക് ഉണ്ടാക്കാൻ. എൻ്റെ ചുറ്റിലും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്താന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. അങ്ങനെ ബണ്ണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം. ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏലക്ക, പട്ട, പൂവ്, ഈ 3 സാധനങ്ങൾ ഇടുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇടുക, എന്നിട്ട് പാലൊഴിക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. ഇതിൽ ഞാൻ ഷുഗറിന് പകരം മിൽക്ക് മെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ശരിക്കും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഇറാനി ചായൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു നോക്കിയിട്ടുള്ള ഇതിൻ്റെ ടേസ്റ്റ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ഹൈപ്പാക്കണ പോലെ അത്ര വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സംഭവം ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രക്കും ഹൈപ്പാക്കേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നണില്ല. ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോന്നും പറയാൻ പറ്റൂല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബൺ മസ്കിനേക്കാളും എനിക്കിഷ്ടമായത് ഇറാനി ചായ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ആ ഒരു ഏലക്ക, പട്ട, പൂ, ഗ്രാമ്പു, ഏലക്ക, പട്ട, പൂ, അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതും പിന്നെ മിൽക്ക് മെയ്ഡും അല്ലേ നമ്മൾ ഇട്ടത്. ഇതൊക്കെ കൂടെ ആയിട്ട് ചായ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ബണ്ണ് എന്താ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു ക്രീം ബണ്ണ് ഇത്രയും കൂടി ടേസ്റ്റുള്ളൊരു ക്രീം ബണ്ണ്, അത്രേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. ക്രീം ബണ്ണ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പോവല്ലേ കേട്ടോ, ഒരാൾക്ക് എന്തോ പറയണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം അതെന്തായാലും ആരും മറക്കണ്ട കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പാതിരാത്രിയാണേ. എൻ്റെ കൂടെ ഉറങ്ങാതിരിക്കുകയാണ്, അതാണ് ഓളോ വോയിസ് ഉറക്കം തൂങ്ങിയ പോലെ. അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ മഴ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മഴ ഇഷ്ടമുള്ള ആൾക്കാർ മഴനെ പറ്റിയുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു അനുഭവം താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.